9-ാം ദിവസം പ്രശാന്തത. ക്രിസ്മസ് ഗാനങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗാനം സൈലന്റ് നൈറ്റ് ഹോളി നൈറ്റ് എന്ന് തുടങ്ങുന്ന ഗാനമാണ്. നിശബ്ദ രാവുകൾക്കുള്ള വാഴ്ത്തുകൂടിയാണ് ഈ ഗീതം. ഇന്നത്തെ ലോകം ബഹളമയമാണ്. ഈ ലോകത്ത് ഇരുന്നു കൊണ്ട് ക്രിസ്മസ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, ശാന്തമാകുക, നിശബ്ദതയെപ്പറ്റി ധ്യാനിക്കുക. ക്രിസ്മസ് എന്ന് പറയുന്നത് കേവലം ആഘോഷങ്ങളുടെ ആരവമല്ല, അത് പ്രശാന്തതയുടെ ആഴമായൊരു അനുഭൂതിയാണ്. ബൈബിളിൻ്റെ താളുകളിൽ കാളിത്തൊഴുത്തിലെ ആ എളിയ പിറവി ലോകത്തിന് നൽകിയ മഹത്തായ സന്ദേശവും ഈ ആന്തരിക ശാന്തത തന്നെയാണ്. രാത്രിയുടെ നിശബ്ദതയിൽ തളിർത്ത ആ കുഞ്ഞിനെക്കുറിച്ച് മുതിർന്നപ്പോൾ ഇങ്ങനെയാണ് അവൻ്റെ കാലം അടയാളപ്പെടുത്തിയത്. അവൻ തർക്കിക്കുകയോ ബഹളം വയ്ക്കുകയോ ഇല്ല. തെരുവുകളിൽ അവൻ്റെ ശബ്ദം ആരും കേൾക്കുകയില്ല. ഒടുവിൽ അവൻ എന്നെ ഒരു നീണ്ട മൗനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ്റെ വാക്കുകൾ. ക്രിസ്മസ് ബാഹ്യമായ അലങ്കാരങ്ങൾക്കപ്പുറം ഓരോ വ്യക്തിയുടെ ഹൃദയത്തിൽ സംഭവിക്കേണ്ട ഒരനുഭവമാണ്. നമ്മുടെ ഉള്ളിലെ പുൽക്കൂട്ടിൽ ഈ ദിവ്യ പ്രശാന്തതയുടെ വെളിച്ചം നിറയണം. എങ്കിൽ മാത്രമേ ലോകം നമ്മളിൽ ഏൽപ്പിക്കുന്ന സമ്മർദ്ദങ്ങളെ ശാന്തമായി നേരിടാൻ നമുക്ക് കഴിയും. ഇന്നത്തെ ക്രിസ്മസ് കാലത്ത് പ്രശാന്തത എന്നത് പുറത്തുള്ള പോരാട്ടങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല, മറിച്ച് അകമേയുള്ള ശാശ്വതനായ ദൈവിക സാന്നിധ്യത്തിൽ നിന്നുള്ള ശക്തി സംഭരിക്കലാണ്. ക്രിസ്മസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ഭയം വേണ്ട, ദൈവപുത്രൻ നിങ്ങളിൽ വസിക്കുന്നു. അവനിൽ ആശ്രയിക്കുന്നവർക്ക് പ്രക്ഷുബ്ധമായ കടലിലും പ്രശാന്തമായി വിശ്രമിക്കാം. ആ ദിവ്യ പ്രശാന്തത നമ്മുടെ ഹൃദയത്തിൽ നിറയട്ടെ. ആമേൻ.